വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ അത് കാണാതെ പോകരുത്. ചെറുതാണെന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ഇഷ്യൂസ് ആയിരിക്കും നിങ്ങളുടെ വണ്ടിയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെറുതാണെന്ന് കരുതിയ ഒരു ഇഷ്യൂ ആണ് എൻ്റെ വണ്ടിയിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയ ആ അനുഭവം ഞാൻ പറയാം. 1.5 ലക്ഷം കിലോമീറ്റർ കവർ ചെയ്ത നമ്മൾ ഈ ഒരു വണ്ടി കൃത്യമായിട്ടുള്ള എല്ലാ സർവീസും ചെയ്തുകൊണ്ടിരുന്നതാണ്. മെക്കാനിക്കലായിട്ട് ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ അടുത്തിടെയായിട്ട് മൈലേജ് കുറവുണ്ട്, പവർ വ്യത്യാസം കാണിക്കുന്നുണ്ട്, വൈബ്രേഷൻ ചെറുതായിട്ടുണ്ട്, മൊത്തത്തിൽ ഡ്രൈവിങ്ങിന്റെ സ്മൂത്ത് തന്നെ കുറവുണ്ട്. വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഇതിൽ നിലവിൽ കാണിക്കുന്നില്ല. എഞ്ചിന്റെ എക്സ്പേർട്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇതിന്റെ മെയിൻ കാരണമായിട്ടുള്ള എഞ്ചിന്റെ അകത്ത് അടിഞ്ഞു കൂടുന്ന കാർബണിനെ പറ്റി അറിയുന്നത്. ഈ അടിഞ്ഞു കൂടുന്ന കാർബൺ കാരണം നമ്മുടെ ടെർബോയിനെ കംപ്ലൈന്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ PGR വാൽവിന് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ കാർബൺ ഡെപ്പോസിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ എഞ്ചിന്റെ ഹീറ്റ് കൂടുന്നതും ഇഞ്ചക്ടർ നോസിൽ വളരെ പെട്ടെന്ന് കേടാവുന്നുണ്ട്. ഇത് കാരണം കൂടുതൽ പെട്രോൾ ചെലവാകും, പവർ കുറയും, ബ്ലാക്ക് സ്മോക്ക് വരും. അതിനോടൊപ്പം തന്നെ എഞ്ചിൻ ഓയിലിലേക്ക് കാർബൺ പെട്ടെന്ന് കടന്ന് എഞ്ചിൻ ഓയിലും കറക്കും. കൂടാതെ എഞ്ചിന്റെ ലൈഫ് തന്നെ കുറയ്ക്കും. ഇതുപോലുള്ള ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ചെറിയൊരു കാർബൺ ഡെപ്പോസിറ്റ് കാരണം ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനകത്തുള്ള കാർബൺ മാറ്റുക, അതായത് ഡീകാർബണൈസേഷൻ ചെയ്യുക. അതിനെ വണ്ടി പ്രേമികളായ എന്റെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ ഹൈ മൈലേജിനെയാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു. ഞാൻ ഓപ്റ്റ് ചെയ്തത് നമ്മുടെ സ്പോട്ടിൽ വന്ന് ചെയ്യുന്നതിനാണ്, അതായത് വീട്ടിൽ വന്ന് ചെയ്യുന്നതിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഷോപ്പിൽ പോയും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് എഞ്ചിന്റെ പെർഫോമൻസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഡീകാർബണൈസേഷൻ ചെയ്തു. വെറും 30 മിനിറ്റ് മാത്രമേ ഈ ഡീകാർബണൈസേഷൻ ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് എടുക്കുന്നുള്ളൂ. ഇത് ചെയ്തതിനു ശേഷം നമ്മുടെ വണ്ടിക്ക് കിട്ടിയ റിസൾട്ട്സ് എന്ന് പറയുന്നത് പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു സ്മൂത്തും ഫീലും നഷ്ടപ്പെട്ട പവർ എല്ലാം തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമുക്കൊരു ലോങ് ഫാമിലി ട്രിപ്പ് പോകാനുണ്ടായിരുന്നു. അതിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് മൈലേജും പവറും ഒക്കെ കുറച്ച് കൂടിയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതുവഴി എഞ്ചിന്റെ ലൈഫ് പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു റെജിമെന്റ് ആണ് നമ്മുടെ എഞ്ചിൻ ഡീകാർബണൈസേഷൻ. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം പോലെ എഞ്ചിന്റെ പവറും പെർഫോമൻസ് പക്കയായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും കുറച്ച് കൂടുതൽ മൈലേജ് കൂട്ടി കിട്ടാനും എഞ്ചിന്റെ സൗണ്ടും വൈബ്രേഷനും ഒക്കെ കുറയ്ക്കാനും ഞാൻ നമ്മുടെ ഈ ഹൈ മൈലേജിനെ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇതാ ഇപ്പൊ തന്നെ വിളിച്ചോളൂ. ട്രിവാൻഡ്രത്തോ കൊല്ലത്തോ അല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇവരെ വിളിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തോ കൊല്ലത്തോ കൊണ്ടുവന്നാൽ മാത്രം മതി, അവർ ഇവിടെ നിന്ന് സർവീസ് ചെയ്ത് തരുന്നതാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, എനിക്ക് യൂസ്ഫുൾ ആയതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പവറും മൈലേജ് ഒക്കെ കൂട്ടാൻ ഇപ്പൊ തന്നെ നമ്മുടെ ഹൈ മൈലേജിനെ വിളിച്ചോ.